ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഇത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം വളരെ വലിയൊരു മഹത്തായ ലക്ഷ്യം കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇന്നിൻ്റെ സുവിശേഷം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 10 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലൂടെ യേശു യഥാർത്ഥമായ ഒരു ഇടയൻ ആടുകളോട് ചേർന്നുള്ള ജീവിതത്തെക്കുറിച്ച് യേശു വ്യക്തമാക്കി പഠിപ്പിച്ചു തരികയാണ്. അവിടുന്ന് പറയുന്നു, ഞാനാണ് യഥാർത്ഥ ഇടയൻ. എന്നാൽ ആടുകളുടെ ഇടയനല്ലാത്തവർ വന്ന് മോഷ്ടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്. ഒരു യഥാർത്ഥ നേതാവിനുണ്ടായിരിക്കേണ്ട കഴിവുകളെ ഈശോ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ആ നേതാവ് അല്ലെങ്കിൽ ഇടയൻ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്നു, അവ അവൻ അനുധാവനം ചെയ്യുകയും ചെയ്തു. ഇടയൻ നേതാവ് ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുവാൻ തയ്യാറാകുന്നവന്. തീർച്ചയായിട്ടും യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനേകർ സൗഖ്യപ്പെട്ടു, അനേകർ വചനത്തിൻ്റെ ശക്തി ദർശിച്ചു. പറഞ്ഞു വച്ചതുപോലെ അവനൊരു അധികാരിയായി മാറിക്കൊണ്ട് ജനങ്ങളെ ഭരിച്ച് അവരിൽ നിന്ന് നികുതി പിരിച്ച് രാഷ്ട്രത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രയത്നിക്കാം എന്നല്ല അവൻ പറഞ്ഞു വെച്ചത്. മറിച്ച് അവൻ തന്നെ ജീവത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ ചോര തെറിപ്പിച്ച് ആടുകൾക്ക് വേണ്ടി അവയുടെ ആത്മജീവൻ വീണ്ടെടുക്കാൻ വേണ്ടി തന്നെ ഹോമിക്കുമെന്നാണ് അരുളിച്ചത്. എന്നിട്ടും പിതാവിൻ്റെ അനശ്വരമായ ഭവനത്തിലേക്ക് ഈ ആടുകളുടെ ആത്മാവുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കടന്ന് അവൻ പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. അവൻ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥ ഇടയൻ നമുക്ക് ഈ ഗുരുവിനെ അനുധാവനം ചെയ്യുന്നതിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല. അവൻ നമ്മോടുകൂടെ ഉണ്ട്, നമ്മളെ ആപത്തിൽ തള്ളുകയില്ല. അവൻ നമ്മെ വീണ്ടെടുത്തുകൊണ്ട് സ്വർഗീയമായ രാജ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തി നമ്മുടെ ശ്രേഷ്ഠത അവൻ കൈവരുത്തുന്നവനാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.